أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. നമ്മളിപ്പോ കഴിഞ്ഞ രണ്ട് സൂറത്തുകൾ നമ്മൾ പഠിച്ചല്ലോ. അതിന്റെ കൂട്ടത്തിൽ തന്നെ വരുന്നതാണ് ഈ ഒരു സൂറത്ത്. ഇപ്പൊ നമ്മൾ രാത്രി ഊതി തടവി എന്ന ആയത്തിൽ ഇത് വരും, സൂറത്തിൽ ഇത് വരും. അതേമാതിരി നിസ്കാര ശേഷം ഓതുമ്പോഴതിൽ വരും. അതേപോലെ അദ്കാർ സ്വബാഹുൽ മസായിൽ നമ്മൾ ഓതുന്ന സൂറത്തുകളിലൊക്കെ ഉൾക്കൊള്ളുന്ന സൂറത്ത് തന്നെയാണത്. ഈ സൂറത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് മൂന്നിലൊന്നാണെന്ന്. സുലുസുൽ ഖുർആനാണ്, ഖുർആന്റെ മൂന്നിലൊന്ന്. അപ്പോ ഒരു 10 ജുസുവിന്റെ എന്തുണ്ട് മഹത്വം ഇതിനുണ്ട് എന്നാണ്. അപ്പൊ അതതിന്റെ ആശയം കൊണ്ടുണ്ട്. ചില ആൾക്കാരത് ഓതിയാലും നമ്മൾ ഖുർആന്റെ മൂന്നിലൊന്ന് ഓതിയ പ്രതിഫലാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രമാത്രം മഹത്വമുള്ള ഒരു സൂറത്താണ്. പിന്നെ ഈ സൂറത്തിനെ നമ്മൾ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്നാണ് ശരിക്ക് അതിന്റെ ഒരു ആശയം. അത്രമാത്രം അള്ളാഹുവിനെ കുറിച്ച് പൂർണ്ണമായി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സൂറത്താണ്. അതുകൊണ്ട് ഇപ്പൊ ഇത് മുഴുവൻ നമ്മളിപ്പോ ഒന്ന് വിശദീകരിക്കാൻ കഴിയൂലല്ലോ. കാരണം ഖുർആന്റെ മൂന്നിലൊന്ന് ഇപ്പൊ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയൂല. പിന്നെ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അള്ളാഹുവിന് നമ്മൾ 99 നാമം ഉണ്ടല്ലോ. അപ്പൊ അള്ളാഹുവിന് 99 നാമമുള്ളൂ? അല്ല, 99 നാമം എന്ന് പറയുമ്പോൾ അതൊരു പരിമിതിയായി. 99 നാമങ്ങളിൽ പരിമിതനാണോ അള്ളാഹു? അല്ല. അള്ളാഹുവിന്റെ നാമങ്ങൾ എത്രയാണെന്ന് നമുക്ക് പറയാനും എണ്ണാനും കഴിയാത്ത അത്ര വിശാലമാണ് അള്ളാഹുവിന്റെ പേരുകൾ, അള്ളാഹുവിന്റെ നാമങ്ങളും അള്ളാഹുവിന്റെ വിശേഷണങ്ങളും. ഇപ്പൊ നബി ഒരു സൈന്യത്തെ അയച്ചപ്പോ ആ സൈന്യത്തിന്റെ നായകനായിട്ടുള്ള ആൾ എന്ത് ചെയ്തു? നിസ്കരിക്കുമ്പോ എപ്പോ ഓതുമ്പോഴും ഏത് സൂറത്ത് ഓതിയാലും പിന്നെ ഈ സൂറത്തും കൂടി ഓതും. മനസ്സിലായില്ലേ? അപ്പോ അദ്ദേഹം അത്രയും ബഹുമാനിക്കപ്പെടേണ്ട ഒരാളാവുന്നതുകൊണ്ട് അദ്ദേഹത്തെ ആരും ചോദ്യം ചെയ്തതൊന്നുമില്ല. പക്ഷെ സൈന്യം തിരിച്ചു വന്നപ്പോ നബിനോട് പറഞ്ഞു, അങ്ങനെ അദ്ദേഹം എല്ലാ നിസ്കാരത്തിനും ഈ സൂറത്ത് ഓതുന്നതാണ്. അപ്പൊ എന്താണ് നിങ്ങൾ അങ്ങനെ ഓതാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ ഉള്ളത് കൊണ്ട്, അള്ളാഹിനെ പറ്റി പറഞ്ഞ സൂറത്താവുന്നതുകൊണ്ട് എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഓതിയത് എന്നാണ്. അപ്പോൾ ഈ വന്ന് ചോദിക്കുന്ന ആൾക്കാര് അയാളുടെ അസാന്നിധ്യത്തിലല്ലേ ചോദിക്കണേ. ഇപ്പൊ നബി അവരോട് പറഞ്ഞു, നിങ്ങൾ അയാളോട് പോയിട്ട് പറയണം, അള്ളാഹ്ക്ക് അയാളെ ഇഷ്ടമാണ് എന്ന് അയാളോട് പോയി പറയണം എന്ന് പറഞ്ഞു കൊടുത്തു എന്നാ പറഞ്ഞു. അതേമാതിരി കുബാ പള്ളിയിൽ നമുക്കറിയാം, മദീനത്തൊക്കെ നമ്മൾ പോകുമ്പോ നമ്മള് റൂമൊന്നും ഉള്ളെടുത്തുന്നിടത്ത് കുബായിൽ പോയി നിസ്കരിക്കുകയാണെങ്കിൽ ഒരു ഉംറന്റെ പ്രതിഫലം കിട്ടുന്നതാണ് കുബാ പള്ളി. ആ കുബാ പള്ളിയിൽ ഇമാമ് നിന്നിരുന്ന ഒരു വ്യക്തി ഇതേപോലെ എന്ത് ചെയ്യും? അദ്ദേഹം എപ്പം നിസ്കരിക്കുകയാണെങ്കിൽ ഈ സൂറത്ത് ഓതും. അപ്പോ അതും നബിയോട് വന്ന് പറഞ്ഞു. അപ്പൊ നബി ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇതിങ്ങനെ എപ്പോഴും ഓതാൻ വേണ്ടി കാരണം വെച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, എന്ത് ചെയ്യും? അതിനോടുള്ള നിന്റെ സ്നേഹം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നു നബി മറുപടി പറഞ്ഞു. അപ്പൊ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സൂറത്താണത്. അപ്പൊ നമ്മളിപ്പോ ഇത് ഓതുന്ന സമയത്തൊക്കെ അതിന്റെ അർത്ഥവും ആശയവും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇത് ഓതുകയും പറയുകയൊക്കെ ചെയ്യേണ്ടത്. ഈ സൂറത്തൊക്കെ പണ്ഡിതന്മാര് ഈ സൂറത്ത് വിശദീകരിച്ച് അവസാനം അവര് അത്ഭുതത്തോടു കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ആളുകൾക്ക് പല തെറ്റായ വിശ്വാസങ്ങളുണ്ട്, പല തെറ്റായ ധാരണകളുണ്ട്. അങ്ങനെ എന്തൊക്കെ പിഴച്ച വിശ്വാസങ്ങളുണ്ടോ അതിനൊക്കെയുള്ള മറുപടി ഈ സൂറത്തിലുണ്ട് എന്നാണ്. അതിന് കാരണം എന്താ വെച്ചാൽ, ഈ ജൂതന്മാരോ അല്ലെങ്കിൽ മുശ്രിക്കുകളൊക്കെ വന്നിട്ട് നബിനോട് ചോദിച്ച് അള്ളാഹിനെ പറ്റി ഒന്ന് പറഞ്ഞു, നീ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച്, അള്ളാഹിനെ കുറിച്ച് ഒരു നിർവചനം അല്ലെങ്കിൽ ഒരു പരിചയപ്പെടുത്തൽ. അപ്പൊ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് ഈ പടച്ചോൻ, എന്താണ് അള്ളാഹ് എന്ന് നമ്മളോട് ചോദിച്ചാൽ അതിന് പറയേണ്ട മറുപടിയാണെന്ത്? ഈ സൂറത്ത്. അപ്പൊ ഈ സൂറത്ത്
അള്ളാഹിനെ കുറിച്ച് സമ്പൂർണമായി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു അധ്യായമാണ് എന്നാണ്. അപ്പൊ നിങ്ങൾ ഒന്നാലോചിച്ചു, നിങ്ങളിപ്പോ കഴിഞ്ഞ സൂറത്ത് പഠിച്ചപ്പോ കുൽ എന്നല്ലേ പറഞ്ഞ തുടക്കത്തിൽ അല്ലെ? കുൽ കുൽ അഊദു ബി റബ്ബിൽ ഫലഖ്, കുൽ അഊദു ബി റബ്ബിൻ നാസ്. അപ്പൊ നമ്മൾ കുല്ലിന്റെ അർത്ഥം പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? നീ പറയുക അല്ലേ? അപ്പൊ എന്താ പറയണേ? അപ്പൊ അവിടെ പറയുക എന്ന് പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി എന്ത്? രക്ഷ തേടാനുള്ള ഒരു വചനം പഠിപ്പിച്ച് തന്നിട്ട് ആ വചനം ചൊല്ല് എന്ന് പറയാണ് എന്ന് പറയാം അല്ലെ? കുൽ അഊദു ബി റബ്ബിൽ ഫലഖ്, പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് നീ ചൊല്ല്, നീ പറയ് എന്നല്ലേ പറയണത്. പക്ഷെ ഈ സൂറത്തിൽ അങ്ങനെ രക്ഷ തേടലൊന്നും അല്ലല്ലോ. ഇത് രക്ഷ തേടലൊന്നും അല്ല. നേരത്തെ രണ്ട് സൂറത്തും അങ്ങനെയാണ്. പക്ഷെ അള്ളാഹിനോട് രക്ഷ തേടുമ്പോ അള്ളാഹിന്റെ നാമങ്ങളും വിശേഷണങ്ങളൊക്കെ പറഞ്ഞ് തേടുമ്പോ പ്രത്യേക ഉത്തരം കിട്ടും. അപ്പൊ ഈ സൂറത്ത് അത് ഓതിയിട്ട് നമ്മൾ പറയുമ്പോ എവിടെയും നമുക്ക് എന്തുണ്ടാവും? അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഒരു സാമീപ്യം കിട്ടും. നമ്മൾ പറയുന്നതിന് അള്ളാഹിന്റെ അടുക്കൽ ഒന്നും കൂടെ സ്വീകാര്യത കിട്ടും. അത് ശരിയാണ്. പക്ഷെ ഇവിടെ കുൽ എന്താണ്? ഞാൻ ചോദിച്ചു മനസ്സിലായില്ലേ? കുൽ എന്ന് നേരത്തെ പഠിച്ചതിലൊക്കെ പറഞ്ഞ എന്താണ്? ഞാൻ പിശാചിന്ന് രക്ഷ തേടുന്നു, അല്ലെങ്കിൽ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ കെടുതിന്ന് രക്ഷ തേടുന്നു. ഇവിടെ എന്താണ് കുൽ? നീ പറയുക. അപ്പൊ ഇവിടെ നീ പറയുക എന്ന് പറഞ്ഞാൽ കുൽ ജാസിമൻ ബിഹി, നീ ഉറപ്പിച്ചുകൊണ്ട്. അതായത് നമുക്ക് അത്രയും അള്ളാഹുവിലുള്ള വിശ്വാസം അചഞ്ചലമായി ഉറപ്പിച്ച് തീരുമാനിച്ച് നമ്മൾ വളരെ മനസ്സുറപ്പോടെ അള്ളാഹുവിലുള്ള ഈമാനോടുകൂടെ അള്ള ആരാണെന്ന് നമ്മൾ അറിഞ്ഞും ഉൾക്കൊണ്ടും പ്രഖ്യാപിക്കാൻ പറയാണ് നമ്മളോട്. ശരിക്കും അറിഞ്ഞും ഉൾക്കൊണ്ടും പ്രഖ്യാപിക്കാൻ വേണ്ടി പറയണോ. രണ്ടാമത്തത് മുഅ്തഖിദൻ ലഹു, അതായത് അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട്. മനസ്സിലായല്ലോ? അതായത് നേരത്തെ രണ്ട് സൂറത്തിലും നമ്മൾ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിൽ നിന്ന് രക്ഷ തേടുന്നു എന്നത് നീ പറയ്, ആ വചനം നീ ചൊല്ല്, ഈ വചനങ്ങൾ ഉപയോഗിച്ച് നീ രക്ഷ തേട് എന്നാ. ഇവിടെ കുൽ എന്ന് പറയുമ്പോൾ എന്താണ്? അള്ളാഹുവിന്റെ മഹത്വങ്ങളും അള്ളാഹു ആരാണെന്നും എന്നത് നമ്മൾ എന്ത് ചെയ്യാം? ഉൾക്കൊണ്ട് വിശ്വസിച്ച് ആരിഫൻ ബിമഅനാഹു, അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പറയാം. അപ്പൊ നമ്മൾ ഈ സൂറത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു വെച്ചാൽ അള്ളാഹു ആരാണെന്നുള്ള നമ്മുടെ വിശ്വാസം എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? പ്രഖ്യാപിക്കുകയാണ് ഈ സൂറത്തിലൂടെ. ഇതിനാണ് കുൽ എന്ന് പറയുന്നത്. നീ പറയും. ഇപ്പൊ നബിനോട് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയാണ്. നമ്മൾ ഓരോരുത്തരും പറയാന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ കുറിച്ചുള്ള അചഞ്ചലമായ നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും അറിഞ്ഞുകൊണ്ടും നമ്മൾ പറയണം. അപ്പൊ ഈ സൂറത്ത് നമ്മൾ എന്ത് ചെയ്യണം? അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചൊല്ലേണ്ട ഒരു സൂറത്താണ് ഇത് എന്ന് പറഞ്ഞത്. അപ്പൊ സാധാരണ ആൾക്കാരെന്താന്ന് വെച്ചാൽ എളുപ്പത്തിൽ ചെല്ലാൻ വേണ്ടിങ്ങാട്ട്, വേഗം നിസ്കാരം തീർക്കാൻ വേണ്ടിങ്ങാട്ട് ഓതുന്നതാണ് എന്ത് ഈ സൂറത്ത്. അങ്ങനെയല്ല എന്നാണ്. ശരിക്കും അതിന്റെ ആശയവും അർത്ഥമൊക്കെ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചെല്ലേണ്ടത്. അപ്പൊ നമ്മൾ ഇതുവരെ നമുക്ക് അതിന്റെ അർത്ഥമൊന്നും അത്ര വലിയ പിടിപാടില്ലെങ്കിലും ഇന്ന് ഇനി നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. ഇനി നമ്മൾ ചെല്ലുമ്പോൾ ഈ പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ചെല്ലുക എന്നുള്ളതാണ്. കുൽ പറയുക, നീ പ്രഖ്യാപിക്കുക എന്നാണ്. ഇനി ഹുവ എന്നാണ് അടുത്ത വാക്ക്. ഹുവ ഹുവ ഇതിന് സർവനാമം ലമീർ എന്നൊക്കെ പറയും. ഹുവ എന്നാണ്. ഹുവ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും അറിയണ ഹുവ എന്ന് പറഞ്ഞാൽ അവൻ അല്ലേ? ഹുവ എന്ന് പറഞ്ഞാൽ അവൻ. ലമീർ എന്നറിയും. അത് ഒരു സംഗതിനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി അത് എന്ന അർത്ഥവും ഹുവ എന്നുള്ളതിനുണ്ട്. അപ്പൊ ഇവിടെ രണ്ടർത്ഥവും പറയുന്നുണ്ട്. ഹുവ അവൻ എന്ന് പറഞ്ഞ അള്ളാഹിനെ കുറിച്ച് പറയാണ്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അർത്ഥം എന്താ? ഹുവ എന്ന് പറഞ്ഞ കാര്യം. അതായത് നമ്മൾ ഗൗരവപരമായ ഒരു സംഗതിയെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ അതിന്റെ മഹത്വവും അതിന്റെ പ്രാധാന്യവും പറയാൻ വേണ്ടി നമ്മൾ എന്ത് പറയുന്നു? ഹുവ അത് എന്ന് പറയുന്നു. അതാണ് കുറച്ചും കൂടി ഈ സന്ദർഭത്തിനും ഇതിന്റെ ഗ്രാമറിനും ഒക്കെ യോജിക്കുന്നത്. കുൽ പറയൂ, ഹുവ കാര്യം. അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്.
ഏറ്റവും അധികം വസ്വാസം ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. ആൾക്കാരൊക്കെ ചോദിക്കും, ആ അപ്പൊ അള്ളാനെ ആരാ സൃഷ്ടിച്ചത്? അപ്പോ അങ്ങനെ ദൈവനിഷേധികളും നിരീശ്വരവാദികളും ഒക്കെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എന്താപ്പോ അതിന്റെ ഉത്തരം? അല്ലെ, ഞാൻ പറഞ്ഞ അള്ളാനെ പറ്റി എന്തെല്ലാം സംശയങ്ങളുണ്ടോ അതിന്റെ ഒക്കെ ഉത്തരം ഈ സൂറത്തിൽ. അതാണ് ഈ സൂറത്തിന്റെ അത്ഭുതം. എന്ത് ചോദിച്ചാലും അതിന്റെ ഉത്തരം. മനസ്സിലല്ലേ? അത് ഈ സൂറത്തിന്റെ പേര് ഞാൻ പറഞ്ഞു കൂട്ടണം. ഒന്ന് പേരെന്തായിരുന്നു? ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ കലർപ്പില്ലാതെ, നമ്മൾ നിഷ്കളങ്കത എന്നൊക്കെ പറയില്ലേ, കലർപ്പില്ലാതെ. കലർപ്പില്ലാതെ എന്ന് പറഞ്ഞാൽ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ വെച്ചാല് ഖുറാനിൽ ഉപയോഗിച്ചതാണ് ലബനൻ ഖാലിസൻ. പാലിനെ പറ്റി, കലർപ്പില്ലാത്ത പാല് എന്നറിയുന്നത്. പാലിനെ പറ്റി അങ്ങനെ പറയാൻ കാരണം എന്താ? നിങ്ങൾ പാല് പറഞ്ഞാൽ മീൻ പരസ്യംവധമാണ്. അതായത് ഈ മൃഗത്തിന്റെ ഉള്ളിലുള്ള ചാണകത്തിന്റെയും അതേപോലെ തന്നെ രക്തത്തിന്റെയും ഇടയിലൂടെയുള്ള ഞരമ്പുകളിലൂടെ സഞ്ചരിച്ചിട്ട് വരുന്ന പാലിന് ചാണകത്തിന്റെ ചവർപ്പോ അല്ലെങ്കിൽ രക്തത്തിന്റെ വർണ്ണമോ ഒന്നും കലരാതെ പാൽ എന്തുമാത്രം സംശുദ്ധമാണോ ആ ശുദ്ധതയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ഖാലിസ് എന്ന പദം ഉപയോഗിച്ചത്. ഒന്നും കലരാത്ത, അതായത് ശുദ്ധമായ ഏകദൈവ വിശ്വാസം. ഇതാണ് ശരിക്കുള്ള വിശ്വാസം. എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിൽ. പക്ഷെ ആ വിശ്വാസങ്ങളിലൊക്കെ പലതും വികലമായ പലതും കൂടിക്കലർന്നിട്ടുണ്ട്. എന്നാൽ എല്ലാ വികല വിശ്വാസങ്ങളെയും നിരാകരിച്ച് ഏറ്റവും ശരിയായ വിശ്വാസം എന്താണ്, അള്ളാഹിനെ കുറിച്ച് എന്താണ് ശരിയായി വിശ്വസിക്കേണ്ടത് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ആ കലർപ്പില്ലാത്ത വിശ്വാസത്തെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഇതിനെന്ത് പേര് വന്നു? സൂറത്തു അൽ ഇഖ്ലാസ് എന്ന് എന്ത് ചെയ്ത പേര് വന്നു. പിന്നെ മറ്റൊരു പേരും അസാസ്, അതായത് ദൈവവിശ്വാസമാണ് മതത്തിന്റെ അടിത്തറ. അതുകൊണ്ട് അള്ളാഹിനെ കുറിച്ചുള്ള ശരിയായ വിശ്വാസം ഉൾക്കൊള്ളാത്ത ഒരുത്തന് മതത്തിലേക്ക് അവൻ പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് മതത്തിന്റെ അടിസ്ഥാനമാണ് എന്ത്? അതുകൊണ്ട് ഈ സൂറത്ത് അസാസാണ്. പിന്നെ തൗഹീദ് എന്ന് പറയാം, അള്ളാഹിന്റെ ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് പറയുന്നതാണ്. അതുകൊണ്ട് തൗഹീദ് എന്നൊക്കെ പേര് പറയാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാം ഉൾക്കൊള്ളുന്ന സമ്പൂർണമായ ഒരു അധ്യായമാണ്. അപ്പൊ ഹുവ കാര്യം അള്ളാഹു അഹദ്. അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു. ഈ വിശ്വാസം ഉണ്ടാക്കുന്ന ആൾക്കാർ ചോദിക്കും അള്ളാഹിനെ ആരാ സൃഷ്ടിച്ചെന്ന്, അല്ലെ? ഇപ്പൊ എന്താ മറുപടി? അള്ളാഹിനെ ആരാ സൃഷ്ടിച്ചത്? അപ്പൊ അള്ളാഹിനെ ആരാ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുമ്പോ സൃഷ്ടിച്ച ഒരാളുണ്ട് എന്നതാണ് ഉത്തരമെങ്കിൽ, അങ്ങനെ ഉത്തരം ഉണ്ടെങ്കിൽ അതിനകത്ത് എന്താ? അള്ളാഹിനെക്കാളും വലിയ ആളായില്ലേ? പിന്നെ അള്ളാഹ് ഇതിന് പ്രസക്തി ഇല്ല. അപ്പൊ അങ്ങനെ ഉത്തരം ഉണ്ടാവാൻ പറ്റൂല. അപ്പൊ അവിടെ പ്രശ്നം ചോദിച്ചവന്റെ അജ്ഞതയാണ്. അവിടെ പ്രശ്നം. കാരണം അള്ളാഹു എന്ന് പറയുന്ന ആ ശക്തിയെക്കുറിച്ച് പ്രാഥമിക വിവരം ഉണ്ടെങ്കിൽ എന്ത് ചോദിക്കൂല? അള്ളാഹിനെ ആരാ സൃഷ്ടിച്ചതെന്ന് ചോദിക്കൂല. അത് ചോദിക്കുന്നവന്റെ അറിവില്ലായ്മയാണ്. മനസ്സിലായി? നമുക്ക് എന്തിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പ്രാഥമിക വിവരം വേണം. ഇപ്പൊ ഈ കറണ്ടിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ കറണ്ടിന്റെ പ്രാഥമിക കാര്യങ്ങൾ അറിയണവരെ ചോദിക്കാൻ പറ്റും. എന്തിനെ ചോദിക്കുകയാണെങ്കിലും അതിന്റെ ഒരു പ്രാഥമിക വിവരം വേണ്ടേ? അപ്പൊ അള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാറ്റിന്റെയും സൃഷ്ടാവാണ്. ബാക്കിയുള്ളതെല്ലാം സൃഷ്ടികളാണ്. സൃഷ്ടാവ് ഒന്നുള്ളൂ, ബാക്കിയൊക്കെ സൃഷ്ടികളാണ്. അപ്പൊ ആ സൃഷ്ടാവിനെ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിക്കുന്ന ചോദ്യം തന്നെ എന്താണ്? ചോദിക്കുന്ന ചോദ്യങ്ങൾ വെച്ച് ഏറ്റവും വലിയ അബദ്ധാണ്. അതൊരിക്കലും ചോദിക്കാൻ പറ്റൂല. പിന്നെ എന്തിനാണ് ചോദിക്കുക? സൃഷ്ടികളെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ ആണിതൊക്കെ. ഏത് സൃഷ്ടിനെ പറ്റിയും ചോദിക്കാൻ പറ്റും. ആ സൃഷ്ടിനെ പറ്റി ചോദിക്കുന്ന ചോദ്യം സൃഷ്ടാവിനെ കുറിച്ച് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് അർത്ഥം. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹു അഹദ്. എന്താണ്? അല്ലാഹു അഹദ്. അല്ലാഹു ഏകനാകുന്നു എന്നാണ്. വാഹിദ് എന്നല്ല കേട്ടോ. വാഹിദും അഹദും ഒക്കെ തമ്മിൽ ഭയങ്കര വ്യത്യാസം. ശരിക്കും അൽ അഹദ് എന്ന അള്ളാഹുവിന്റെ നാമമാണ്. അത് അള്ളാഹിനെ കുറിച്ച് മാത്രം പറയാൻ പറ്റിയ കാര്യം. അൽ അഹദ്. അപ്പൊ അള്ളാഹു ഏകനാണ്. അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞാൽ അതിന് വിശാലമായ അർത്ഥമുണ്ട്. അള്ളാഹു ഏകൻ എന്ന് പറയുമ്പോൾ ഒന്നെന്താന്ന് വെച്ചാൽ ഏകത്വം, ഒന്ന് എന്നുള്ളത്
അള്ളാഹുവിൽ മാത്രം പരിമിതമാണ്. സമ്പൂർണമായി ഏകൻ എന്നത് അല്ല മാത്രമേ ഉള്ളൂ. സമ്പൂർണമായി ഏകൻ അല്ല മാത്രമേ ഉള്ളൂ. അത് എന്തോട്ടറിയോ? എല്ലാം വിഭജിക്കപ്പെടുന്നതാണ്. എല്ലാറ്റിനും വിഭജിക്കാൻ പറ്റും. ദ്വിത്വമില്ലാത്ത, രണ്ടെണ്ണം കൂടിച്ചേരാത്ത ഒന്നും പ്രപഞ്ചത്തിലില്ല. എല്ലാറ്റിനും രണ്ടെണ്ണം. ഒന്നില്ലെങ്കിൽ ആണും പെണ്ണെങ്കിലും ഇല്ലേ? മനസ്സിലായി? അങ്ങനൊന്നുമില്ല. എല്ലാ അർത്ഥത്തിലും ഏകൻ. നമ്മുടെ ചിന്തകൾക്കും സങ്കല്പങ്ങൾക്കും ഒക്കെ അപ്പുറത്തുള്ളതാണ്. എല്ലാറ്റിലും ഏകൻ. എല്ലാറ്റിലും എന്താണ്? ഏകനാണ്. അത് മാത്രം മതി തൗഹീദ് ക്ലിയർ ആവാൻ. ഏകൻ. അള്ളാഹു എന്ന് പറയുന്നത് ഏകനാണ്. ഒന്നുള്ളൂ പറഞ്ഞാൽ ആ ഒന്നിനു മാത്രമുള്ള ഒരു ഗുണവും ഒരു വിശേഷണവും മറ്റൊന്നിനും ഉണ്ടാവില്ല. അത് അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. അള്ളാഹു ഏകനാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അള്ളാഹിനെ പറ്റി ചോദിക്കണത് വേറെ പറ്റിയൊന്നും ചോദിക്കാൻ പറ്റില്ല. വേറെ പറ്റി ചോദിക്കണതൊന്നും അള്ളാഹിനെ പറ്റി ചോദിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഈ പ്രപഞ്ചത്തിൽ ഒന്നിനോടും സമാനമല്ല അള്ളാഹ്. സമ്പൂർണമായും വ്യതിരിക്തമാണ്, വ്യത്യസ്തമാണ്. അതുകൊണ്ട് നമ്മൾ പടച്ചോനെ മനസ്സിലാക്കാറ് നമ്മൾ വേറെ മനസ്സിലാക്കണം. പടച്ചോൻ അവ്വലാണ്. അവ്വൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവ്വലാണ്. അതിന് മുമ്പൊന്നില്ല. എങ്ങനെ നമ്മൾ ചിന്തിക്കുക, ഉൾക്കൊള്ളുക? നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്താ വെച്ചാൽ അത് അള്ളാഹ്ക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. ഈ പ്രപഞ്ചത്തിലെ മറ്റെന്തെങ്കിലുമുള്ള പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. എന്തിനെ പറ്റി പറയാൻ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ അള്ളാഹിനെ പറ്റി പറയുമ്പോൾ എന്താ വെച്ചാൽ അത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അള്ളാഹിന്റെ മുമ്പ് ഒന്നുമില്ല. അള്ളാഹ് ഒന്നിൽ നിന്നും ഉണ്ടായതല്ല. അള്ളാഹിനെ ആരും സൃഷ്ടിച്ചതല്ല. അഹദാണ് അള്ളാഹ്. ഏകനാണ്. അൽ അഹദ്, ഏകൻ. അപ്പൊ അള്ളാഹു എന്താകുന്നു? ഏകനാകുന്നു. കാര്യം അള്ളാഹു ഏകനാണ് എന്നതാണ്. കുൽ, നബിയെ പറയുക, കാര്യം അള്ളാഹു ഏകനാണ് എന്നതാകുന്നു എന്നാണ്. കുൽ ഹുവല്ലാഹു അഹദ്. എല്ലാ നിലക്കും അള്ളാഹു എന്ത് ചെയ്യാണ്? ഏകനാണ്. അതായത് ഒരു ഘടനയോ നാനാത്വമോ അതല്ലെങ്കിൽ ബഹുത്വമോ ഇണയോ തുണയോ പങ്കാളിയോ സഹായിയോ ഒന്നുമില്ല. ഒന്നുമില്ല. ഒന്നിനെയും ആശ്രയിക്കാൻ. പ്രപഞ്ചത്തിൽ ഒന്നിനും അങ്ങനെ നിലനിൽക്കാൻ എന്തല്ല? സാധ്യല്ല. അതാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. പറയുക, കാര്യം അള്ളാഹു ഏകനാണ് എന്നതാകുന്നു. അപ്പൊ അള്ളാഹു എല്ലാ അർത്ഥത്തിലും എന്താണ്? ഏകനാണ്. അഹദ്, ഒരുവൻ, ഏകൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇനി അടുത്തത് പറയുമ്പോൾ അല്ലാഹുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്. അല്ലാഹു സമദ്. ഈ സമദ് എന്നുള്ള അള്ളാഹുവിന്റെ നാമത്തിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? നിങ്ങൾ മലയാളത്തിൽ ഒരു അർത്ഥം പറയാന്നുള്ളത് നമുക്ക് സാധ്യമല്ല എന്നാണ്. ഒരിക്കലും ഇതില് മലയാളത്തില് ഒരർത്ഥം പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അതിനെ ഈ പരിഭാഷ കൊടുത്തത് ഇതില് പിന്നെ ആരുടെയും ആശ്രയം വേണ്ടാത്ത, എല്ലാവരും ആശ്രയിക്കേണ്ടി വരുന്ന അജയ്യനായ നിത്യശക്തനായ യജമാനൻ. ഒരു വാക്കിനാണ് ഇപ്പൊ ഒരു മലയാളത്തിൽ അർത്ഥം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് എത്ര വാക്ക് എന്നാ അർത്ഥം വരെയോ? എന്നാലും അർത്ഥം പൂർണ്ണമായിട്ടില്ല. അപ്പൊ നമുക്ക് ഇന്ന് ലളിതമായി മനസ്സിലാക്കാം. അല്ലാഹു സമദ്. അല്ലാഹു സമദ്. അല്ലാഹു സമദ്. അല്ലാഹു സമദ്. അല്ലാഹു സമദാണെന്ന് പറയുമ്പോൾ എന്താ അറിയോ? എല്ലാ ആവശ്യങ്ങൾക്കും അവലംബിക്കേണ്ടവൻ. എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാ ആവശ്യങ്ങൾക്കും അൽ മഖ്സൂദ് ഫി ജമീഇൽ ഹവായിജ്. എന്തുണ്ടെങ്കിലും നമുക്കത് അള്ളാന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ട് വേണം. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിനെ ആശ്രയിക്കാത്ത ഒന്നുമില്ല. ആകാശത്തിലില്ല, ഭൂമിയിലില്ല, പ്രപഞ്ചത്തിലില്ല, എവിടെയില്ല. അള്ളാഹുവിനെ ആശ്രയിക്കാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. സർവ്വതിനും എന്താണ്? ആശ്രയിക്കേണ്ടി വരുന്നവനാണ്.
അപ്പോ എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവൻ. സമതിലൊരു മലയാളം നമ്മൾ പറയുമ്പോൾ നല്ലൊരു എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവൻ എന്നാണ്. അതായത് മുഫ്തഖിറൂന ഇലൈഹി, എല്ലാവർക്കും അവനിലേക്ക് ആവശ്യമുണ്ട്, ഈ അറ്റത്തെ ആവശ്യം അവനിലേക്കുണ്ട്. അവനോട് എപ്പോഴും നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെ എന്ത് ചെയ്യുന്നു? ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുമെന്ന് അവന് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് സമദ്. പിന്നെ സമദാകുമ്പോൾ അല്ലാഹ് സമദാകുന്നു, നിരാശ്രയനാകുന്നു. എല്ലാവർക്കും അവനെ ആശ്രയിക്കണം, അവന് ആരെയും ആശ്രയിക്കേണ്ടതില്ല. രണ്ടും ഒന്നിച്ചാണ്. നിങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു ബെഞ്ചുമല്ലേ, അപ്പൊ ആ ബെഞ്ചിനെ ആശ്രയിച്ചതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റണം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റും? ഇപ്പൊ തൽക്കാലം നമ്മുടെ ശരീരത്തിന്റെ ഭാരം ആരെ ഏറ്റെടുത്തിട്ടുണ്ട്? ഈ ബെഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഒരു കാര്യത്തിൽ നമുക്ക് ഒന്നിനെ ആശ്രയിക്കാതെ നിലനിൽക്കാൻ പറ്റില്ല. പക്ഷെ ഒന്നിനെയും ആശ്രയിക്കാതെ നിലനിൽക്കുന്നവനാണ് ആര്? അള്ളാഹു. മനസ്സിലല്ലേ? ഇപ്പൊ അല്ലല്ലാതെ ആരാധിക്കപ്പെടുന്നില്ല. ഇപ്പൊ ഖബറാണെങ്കിലും ബിംബങ്ങളാണെങ്കിലും എന്താണെങ്കിലും അതിനൊക്കെ പരിചരിക്കാൻ പൂജാരിമാര് വേണം, ആൾക്കാർ വേണം, കാവൽക്കാർ വേണം, പൂട്ടിട്ട് പോകണം. ആലോചിക്കണെങ്കില് ഈ ദിവ്യപുരുഷന്മാരെയും മഹാന്മാരെയും മക്ബറകളും ഖബറുകളിലൊക്കെ ഈ ഭണ്ഡാരപ്പെട്ടി ഉണ്ടാവും. ആൾക്കാർ പെട്ടെന്ന് കൊള്ളടിച്ച് കൊണ്ടുപോകുന്ന സാധനമാണ്. ഇപ്പൊ എത്ര പയ്യനെ പിടിച്ചല്ലോ. അപ്പൊ നിങ്ങൾ ആലോചിക്കണെങ്കിൽ അയാൾക്ക് കൊടുത്ത പൈസെങ്കിലും ആൾക്കാർ കടന്നുറങ്ങുമ്പോൾ അയാൾക്ക് നോക്കിക്കൂടെ? മിനിമം അയാൾക്ക് കൊടുത്തല്ലേ ആൾക്കാര്. എല്ലാരും പോയി കടന്നുറങ്ങുമ്പോ അതെങ്കിലും നോക്കിക്കൂടെ? വേറൊന്നും നോക്കണ്ട. അയാളെ ഏൽപ്പിച്ച പൈസെങ്കിലും അയാൾക്ക് നോക്കിക്കൂടെ? ഈ പൈസ കൊടുത്തോലൊക്കെ ഇപ്പൊ എന്താ വിചാരിക്കണം? ഓല മുഴുവൻ കാര്യം ഇയാൾ നോക്കി വിചാരിച്ചത് ഈ പൈസ കൊടുത്ത് പോയിക്കണം. ഈ പൈസ കൊടുത്ത ആൾക്കാർ പൈസ കൊടുത്തിട്ട് പോകുമ്പോൾ ഓല മനസ്സെന്തായാലും ഓല വീടിന് കാവലാവും, മക്കൾക്ക് കാവലാവും, ഗൾഫിൽ പോയ മകന് കാവലാവും, വണ്ടി ഓടിച്ച് പിന്നെ ഓട്ടോറിക്ഷയിട്ട് പോണ ഭർത്താവിന് കാവലാവും വിചാരിച്ച് കൊടുത്ത പൈസ. ആ പൈസെങ്കിലും അയാൾക്ക് നോക്കിക്കൂടെ? ഈ ആൾക്കാരെ പൈസയൊക്കെ വാങ്ങിച്ച് ആൾക്കാരെ കാര്യമൊക്കെ പാടെ നോക്കാൻ കഴിയൂലെങ്കിലും ചുരുങ്ങിയത് അയാളെ വിശ്വസിച്ച് ഏൽപ്പിച്ച് ഈ പൈസ നോക്കിക്കൂടെ? അത് നോക്കരുത്. അതാണ് കാരണം. ആ മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടേ അവർക്കൊക്കെ നിലനിൽക്കാൻ പറ്റുള്ളൂ. അള്ളാഹുവിന് ആരെയും എന്ത് ചെയ്യണ്ട, ഒരാളെയും ആശ്രയിക്കേണ്ടെന്ന് പറഞ്ഞത് എല്ലാം. അപ്പൊ എല്ലാവരും ആശ്രയിക്കുന്ന, ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്ത. എന്താ കാരണം അങ്ങനെ അല്ലാഹ് ആകാൻ കാരണം? ലിഅന്നഹുൽ കാമിൽ ഫി ഔസാഫിഹി. കാരണം അങ്ങനെ ഒരാൾക്ക് ആകണമെങ്കിൽ എന്ത് വേണമെന്നറിയൂ? അയാളിലുള്ള ഏത് ഗുണവും പൂർണ്ണമാകണം. അപ്പൊ അള്ളാഹു അറിവുള്ളവനാണ് അല്ലെ? അള്ളാഹ് അറിവുള്ളവനാണ് അള്ളാഹ് എന്ന് പറഞ്ഞാൽ ആ അറിവ് പൂർണ്ണാണ്. എന്തെങ്കിലും ഒന്ന് അറിയാത്തത് ഉണ്ടാവില്ല. കേൾക്കുന്നതാണ്, കേൾവി പൂർണ്ണമാണ്, സമ്പൂർണ്ണ കേൾവി, സമ്പൂർണമായ അറിവ്, സമ്പൂർണമായ കാരുണ്യം. അതിൽ പിന്നെ എന്റെ അപ്പുറത്തേക്ക് ഇല്ല. അതിന്റെ പരമാവധി. അതുകൊണ്ടാണ് അള്ളാഹിനെ അതിന് പറ്റണത്. അല്ലെങ്കിൽ അള്ളാഹ്ക്ക് പറ്റൂല. എല്ലാരും പാടെ ആശ്രയിക്കുമ്പോ ഓൽക്കൊക്കെ പാടെ കൊടുക്കാനുള്ളത് അള്ളാഹിനത്ത് വേണ്ടേ? അളവില്ലാതെ വേണ്ടേ? എല്ലാരെയും പാടെ നോക്കേണ്ടത് അള്ളയാണെങ്കിൽ ഓലെ മുഴുവനും വിവരം അള്ളാഹ്ക്ക് അറിയണ്ടേ? അള്ളാഹ്ക്ക് അറിയാൻ കഴിയണ്ടേ എല്ലാരെ കാര്യവും? സംസാരിക്കാൻ പറ്റാത്തവന്റെ മനസ്സിലുള്ളതും കൂടി അള്ളാഹ് അറിയണ്ടേ? അപ്പൊ അള്ളാഹിന്റെ അറിവ് പൂർണ്ണാണ്, അള്ളാഹിന്റെ കാരുണ്യം പൂർണ്ണാണ്. അതുകൊണ്ട് എല്ലാ വിശേഷണങ്ങളും സമ്പൂർണമായതുകൊണ്ട് അള്ളാഹു എന്താണ്? സമദാണ്. പിന്നെ സമദിന് വേറെ അർത്ഥമുണ്ട്, സയ്യിദ് എന്നുള്ള അർത്ഥമുണ്ട്, യജമാനൻ. മനസ്സിലേ? അള്ളാഹ് യജമാനനും കൂടെ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന സയ്യിദ്, അതിന്റെ യജമാനൻ കൂടെയാണെന്ത്? അള്ളാഹു. അതും കൂടെ അതിൽ ഉൾക്കൊള്ളും. അപ്പൊ എല്ലാവരും ആശ്രയിക്കുന്ന, എല്ലാ ഗുണങ്ങളുമുള്ള അവനാണ് അള്ളാഹു. അതാണ് സമദ്. എന്തൊക്കെ ഉണ്ടല്ലേ? അപ്പൊ അള്ളാഹിനെ പരിചയപ്പെടുത്താൻ ഈ ഒരു വാക്ക് മതി നിർത്തി അല്ലെ? സമദ് എന്നുള്ള വാക്ക്. എല്ലാവരും ആശ്രയിക്കുന്ന, ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്ത യജമാനൻ. അപ്പൊ ഞാൻ നേരത്തെ വായിച്ച് നിങ്ങൾ കേട്ടല്ലോ. ഇതൊക്കെ പറഞ്ഞ് എന്താണ്? എല്ലാവരും, ആരുടെയും ആശ്രയം വേണ്ടാത്ത, എല്ലാവരും ആശ്രയിക്കേണ്ടി വരുന്ന അജയ്യനായ, നിത്യശക്തനായ യജമാനൻ. ഒരിക്കലും മരിക്കൂല, എന്നും നിലനിൽക്കും, എല്ലാം നിയന്ത്രിക്കും.
ഒന്നിനെയും ആശ്രയിക്കണ്ട. എന്നാൽ എല്ലാറ്റിനും അവനെ എന്ത് ചെയ്യണം? ആശ്രയിക്കണം. അല്ലാഹു സമദ്. ഇപ്പൊ നമ്മൾ എന്താ അർത്ഥം പറയാ? അള്ളാഹു എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു. ഇത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അള്ളാഹു സമദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു. അള്ളാഹു എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു എന്നാണ് അർത്ഥം. അള്ളാഹു സർവാശ്രയനായ യജമാനൻ അത്രയെന്നാണ് മറ്റൊരു പരിഭാഷ. അള്ളാഹു സർവാശ്രയനായ, ഇപ്പം യജമാനൻ എന്നുള്ളതിൽ വന്നു. അള്ളാഹു സർവാശ്രയനായ യജമാനൻ അത്രയും. മറ്റൊരു അർത്ഥം അള്ളാഹു എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു എന്നാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ സർവചരാചരങ്ങൾക്കും ആശ്രയമായിട്ടുള്ളവനാണ് അവൻ എന്നാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയൊരു വിശ്വാസമാണെന്ത്? മനുഷ്യനിൽ ദൈവികത ആരോപിക്കാൻ വേണ്ടിയിട്ട് അവർ പറയും ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയും. അങ്ങനെയാണ് ഈസാ നബിനെ പറ്റി പറയും, ദൈവത്തിന്റെ പുത്രനാണ്, ദൈവം തന്നെ അവതരിച്ചതാന്നൊക്കെ പറയും. അപ്പോ അള്ളാഹിനെ കുറിച്ച് പറയുമ്പോഴുള്ള അടുത്ത പരിചയപ്പെടുത്തലാണ് എന്ത്? ലം യലിദ് വലം യൂലദ്. ഈ വലത എന്ന് പറഞ്ഞാൽ ജനിച്ചു എന്നല്ല കേട്ടോ അർത്ഥം. വലത എന്ന് പറഞ്ഞാല് ജനിച്ചു എന്നല്ല. വലത അത് ജനിച്ചു എന്നല്ല, ജനിപ്പിച്ചു എന്നാണ്. പറയുമ്പോ ജനിച്ചു ജനിച്ചു എന്താ നമ്മൾ അറിയുക? ഊലിത എന്നാ പറയുക അല്ലെ? ജനിച്ചു എന്നില്ലേന് ഊലിത, പ്രസവിക്കപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. ഊലിത. വലത എന്നുള്ളതിന്റെ ഒരു മജ്ഹൂലാണ് ഊലിത, വലത. ശരിക്കും വലതന്റെ അർത്ഥം നമുക്ക് കൺഫ്യൂഷൻ ആകുമ്പോൾ നമ്മൾ ഇപ്പോ കത്തബ എന്ന് പറഞ്ഞാൽ എന്താ? കത്തബ എന്ന് പറഞ്ഞാൽ എന്താ? എഴുതി. അപ്പൊ എഴുതുന്നവൻ എങ്ങനെ പറയാ? എഴുതുന്നവൻ. എല്ലാവർക്കും ഒന്നും അറിയില്ല, എന്നാലും അറിയുന്ന ആൾക്കാരുണ്ടാവും. കാത്തിബുൻ എന്ന് അറിയും അല്ലേ? എന്താ പറയാ? കാത്തിബുൻ. ഖറഅ കാരിഉൻ വായിക്കുന്നവൻ അല്ലെ? ഫഅല പ്രവർത്തിച്ചു, ഫാഇലുൻ പ്രവർത്തിക്കുന്നവൻ. അപ്പൊ എന്നാ വലതൻ്റെതൊന്ന് പറഞ്ഞു നോക്കി. വലതൻ്റെതൊന്ന് അതേമാതിരി പറഞ്ഞു നോക്കാൻ പറ്റും. വാലിദുൻ. എന്താ വാലിദുൻ എന്ന് പറഞ്ഞ അർത്ഥം? വാലിദുൻ ബിറുൽ വാലിദൈൻ. വാലിദുൻ പിതാവ് അല്ലെ? വാലിദുൻ പിതാവ്. അപ്പൊ വലത എന്നുള്ളതിന്റെ ഇസ്മുഫായിൽ എടുത്തപ്പോ എന്താ അർത്ഥം കിട്ടിയത്? പിതാവ് എന്ന അർത്ഥം കിട്ടിയത്. അപ്പോ വലത ജനിപ്പിച്ചു, വാലിദുൻ ജനിപ്പിക്കുന്നവൻ. ജനിപ്പിക്കുന്നവൻ ആരാണ്? പിതാവ്. വാലിദുൻ എന്ന് പറയുമ്പോ ജനിപ്പിക്കുന്നവൻ പിതാവ്. അപ്പോ എന്ത് പറഞ്ഞു? ലം യലിദ് വലം യൂലദ്. ലം യലിദ് അവൻ ജനിപ്പിച്ചിട്ടില്ല എന്നാണ്. ലം യലിദ് അവൻ ജനിപ്പിച്ചിട്ടില്ല. ജനിപ്പിച്ചിട്ടില്ല എന്നാൽ അവൻ പിതാവല്ല, അവൻ ജനിപ്പിച്ചിട്ടില്ല. അതായത് ഒരു പുത്രൻ ഉണ്ടാവാൻ അവൻ എന്തല്ല, ഒരു കാരണക്കാരനായിട്ടില്ല. അവൻ പിതാവായിട്ടില്ല, പിതാവല്ല. പിതാവാകുമ്പോൾ ഒരാള് പിതാവാകുമ്പോൾ അയാൾക്ക് എന്തുണ്ടാവും? പുത്രനുണ്ടാവും അല്ലെ? പിതാവാണെങ്കിൽ ആരുണ്ടാവും? പുത്രനുണ്ടാവും. പുത്രനുണ്ടായാൽ എന്താ പ്രശ്നം? പുത്രനുണ്ടായാൽ ആ പിതാവിന്റെ എല്ലാം അവൻ അവകാശപ്പെടാം. ഒരു മനുഷ്യനൊരു കുഞ്ഞുണ്ടായാൽ അത് മനുഷ്യ കുഞ്ഞാണല്ലോ. ദൈവ അധികാരം അത് ദൈവത്തിന്റെ പുത്രനാണ്. അപ്പൊ ദൈവത്തിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാവും, അത് ദൈവമാകും അല്ലെ? അപ്പൊ അങ്ങനെ അള്ളാഹ്ക്ക് മക്കളില്ല. അപ്പൊ അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന വാദത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന കോടിക്കണക്കിന് വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ മറുപടിയാണ് എന്ത്? ഈ ഒരു വാക്ക്. ഇതാണ് ലം യലിദ്. അവൻ ജനിപ്പിച്ചിട്ടില്ല. ജനിപ്പിച്ചിട്ടില്ല അവന് മക്കളില്ല. എന്നാൽ അവൻ മകനാണോ? വേറൊരു പിതാവിന് ജനിച്ച ആളാണോ? അല്ല. വലം യൂലദ്. അവൻ ജനിച്ചുണ്ടായിട്ടുമില്ല. ജനിച്ചുണ്ടാവുക പറഞ്ഞാല് പുത്രനായി തീരുക, അതുണ്ടായി. ജനിപ്പിച്ചിട്ടുമില്ല, അവൻ എന്തായിട്ടില്ല? ജനിച്ചുണ്ടായിട്ടുമില്ല. അതായത് അവൻ ജന്മം നൽകിയിട്ടില്ല. ലം യലിദ് അവൻ ജന്മം നൽകിയിട്ടില്ല. പിന്നെ ജനിച്ചിട്ടുമില്ല. അവൻ ജന്മം നൽകിയിട്ടുമില്ല, ജനിച്ചിട്ടുമില്ല. വേറെ ഭാഷ പറഞ്ഞു
അവൻ പിതാവുമല്ല പുത്രനുമല്ല. അല്ലെ? അവൻ പിതാവുമല്ല പുത്രനുമല്ല. അവൻ ജനിപ്പിച്ചിട്ടുമില്ല, ജനിച്ചിട്ടുമില്ല. ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല. ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല. അപ്പൊ അതാണ് അള്ളാഹിനെ കുറിച്ച്. അപ്പോ ദൈവപുത്രനാന്ന് പറയാൻ പറ്റൂല, ഞാരുടെയെങ്കിലും പിതാവാണ് എന്നും എന്ത് ചെയ്യാൻ പറ്റൂല, വാദിക്കാൻ പറ്റൂല. ലം യലിദ് വലം യൂലദ്. അപ്പൊ ഇനി നമുക്ക് അള്ളാഹിനെ പറ്റി എന്തെങ്കിലും പറയാനോ മനസ്സിലാക്കാനോ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് മുഴുവനും ഇതിലാണ് പെടും. വലം യകുൻ ലഹു കുഫുവൻ അഹദ്. വലം യകുൻ ലഹു കുഫുവൻ അഹദ്. വലം യകുൻ ലഹു, അവനുണ്ടായിട്ടില്ല, അവനില്ല. കുഫുവൻ, കുഫുവ്. കല്യാണമൊക്കെ കഴിഞ്ഞു, പക്ഷെ ഉലമുലിൽ കുഫു ഇല്ല. നമ്മുടെ നാട്ടിൽ തന്നെ അല്ലെ, യോജിപ്പില്ല, തുല്യതയില്ല, ഒരേപോലല്ല. കുഫുവൻ അഹദ്, കുഫു. അപ്പൊ ഒരാളും അവന് ഒരു കാര്യത്തിലും എന്തില്ല, തുല്യനായിട്ടില്ല. ലാഫി അസ്മാഇഹി വലാഫി സിഫാത്തിഹി വലാഫി അഫ്ആലിഹി തബാരക വതആല. അള്ളാഹുവിന്റെ നാമത്തിലോ അള്ളാഹുവിന്റെ ഗുണങ്ങളിലോ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിലോ ഒന്നും ഒരാളും അവന് തുല്യമായിട്ടില്ല. ലൈസ കമിത്ലിഹി ശൈഉൻ, അവനെ പോലെ ഒന്നുമില്ല. ഹുവസ് സമീഉൽ ബസീർ, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കണ്ടറിയുന്നവനുമാകുന്നു. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒരാളും തന്നെ ഇല്ല. അപ്പൊ വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെ ഇല്ല താൻ. ലം യകുൻ, അവനില്ല. കുഫുവൻ എന്ന് പറഞ്ഞാൽ തുല്യനായി, സമാനം. അപ്പൊ ഇത് പറയുമ്പോൾ എന്താ വെച്ചാൽ അള്ളാഹുവിന് തുല്യനായി ഒരാളും ഇല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് പറയേണ്ട ഒരു കാര്യം വേറെ ആരോടും വേണ്ട കാര്യമില്ല. ഞാൻ തുടക്കത്തിൽ നിങ്ങൾക്ക് പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ അള്ളാഹു അല്ലെങ്കിൽ ദൈവം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണങ്ങൾക്കപ്പുറത്ത്, ഭൗതികതയ്ക്കപ്പുറത്ത് അഭൗതികമായ സംരക്ഷണവും രക്ഷയും ഒക്കെ തരുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹ് എന്ന് പറയുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ, നേർച്ചകൾ, വഴിപാടുകൾ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നമ്മൾ ആർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അതല്ലാത്ത ഒരാൾക്കും നമ്മൾ നൽകാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഇത് ഇത്ര വലിയ തെറ്റാവാൻ കാരണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒന്നുണ്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അള്ളാഹിനെ കുറിച്ച് നമ്മൾ ഇത്തരം പറഞ്ഞത്, അപ്പൊ അള്ളാഹുവിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്, അത്ര വിശാലമായ മഹത്വത്തിന്റെ ഉടമയായ ആ അള്ളാഹുവിന് നിസ്സാരനായ ഒരാളെ തുല്യത കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വലിയ ഒരു അക്രമമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ എത്ര വലിയ അക്രമമാണ്. അള്ളാന്റെ മഹത്വം എത്രയാണെന്ന് നമുക്ക് നിർണയിക്കാൻ പറ്റൂല. അത്ര മഹത്വമുള്ള അള്ളാഹുവിന് എന്ത് ചെയ്യാം, ഒരു മനുഷ്യനെ നമ്മൾ എന്ത് ചെയ്യുക, സമാനനാക്കുക, തുല്യനാക്കുക എന്ന് പറയുമ്പോ അതിനേക്കാളും വലിയ തെറ്റെന്താണ്? വെറുതെ പറയപ്പോഴൊക്കെ ഉമ്മാരിക്കുണ്ടാവുമല്ലോ. ഇപ്പൊ നിങ്ങളൊരു മോളോ മോനോ പറയണം, എന്ത് എനിക്ക് ഉമ്മാനേക്കാൾ ഇഷ്ടം താത്താനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ തമാശയൊക്കെ എടുക്കുമെങ്കിലും എന്ന് വിചാരിച്ചാൽ അത് ഉള്ളു തട്ടി പറഞ്ഞതാണെങ്കിൽ എത്രമാത്രം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും? ഒരു ഉമ്മയാകാൻ ആർക്കും പറ്റൂലല്ലോ, അത്ര മഹത്വമായ സ്ഥാനത്താണ്. അതുപോലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തുകൊണ്ടാ? ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാവാം. ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ അള്ളാഹു, ആ അള്ളാഹുവിന്റെ സ്ഥാനത്ത് അവൻ തരുന്നൊരു കാര്യം, അവരിന്ന് കിട്ടുന്ന ഒരു കാര്യം അത് മറ്റൊരാൾക്ക് ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ അത് എത്ര ഗുരുതരമായ തെറ്റ. ഇനി അതിലൊരു അത്ഭുതം തരും. ഇനി അങ്ങനെ അള്ളാഹ്ക്ക് സമാനരാക്കണത് ആരെയാണ് അറിയുന്നത്? മരിച്ചുപോയ ആൾക്കാർ, അല്ലെങ്കിൽ കല്ലുകൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കിയ ആൾക്കാർ, അല്ലെങ്കിൽ ഒരു മരത്തിനെ, ഒരു വേരിനെ, ഇതിനൊക്കെയാണ് ആർക്ക് തുല്യാക്കണത്? ജീവിച്ചിരിക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യനെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാ ആലോചിക്കുന്നത്? അതൊന്നല്ല.
ഒരു കഴിവില്ലാത്ത, കേൾക്കാത്ത, കാണാത്ത, നിശ്ചലമായ, അചേതനമായ വസ്തുക്കളെയാണ് എന്ത് ചെയ്യണത്? അള്ളാഹുവിന് തുല്യം. ഇപ്പൊ എത്ര വലിയ ഗുരുതരമായ തെറ്റാണ്. അതുകൊണ്ട് പടച്ചോൻ എന്താ പറയുക, മനുഷ്യൻ എന്തെന്നെ നന്മകൾ ചെയ്താലും ശിർക്ക് ചെയ്തവനെ സ്വർഗ്ഗത്തിൽ കടത്തൂല. ഒരിക്കലും കടത്തൂല പടച്ചോൻ. എല്ലാം പടച്ചോൻ പുറത്തു കൊടുക്കും. പക്ഷെ അത് മാത്രം അല്ല പൊറുക്കൂല. കാരണം അത് അത്ര വലിയ തെറ്റാണ്. അള്ളാഹു എന്ന് പറയുന്ന ഏറ്റവും മഹത്വമുള്ള ഒരു മഹൽ ശക്തിക്ക് സമാനത, അതിനിസ്സാരനായ അവന്റെ ഒരു സൃഷ്ടിക്ക് അവനോട് തുല്യത കൽപ്പിക്കാം. അതിനേക്കാളും വലിയ തെറ്റൊരു മനുഷ്യൻ ചെയ്യാനല്ലാതെ. അത്രയും ഗുരുതരമായ തെറ്റാണ് അത്.